അപ്പോൾ നമ്മൾ വൈൻ തയ്യാറാക്കി എടുക്കാൻ തുടങ്ങിയിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ 19ാമത്തെ ദിവസമാണല്ലേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാര കരിച്ച് ചേർത്തിട്ടതിന് ശേഷമുള്ള ആ ഒരു കളറൊന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈൻ ഊറ്റിയെടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം തുറന്ന് നോക്കി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര കരിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കളറൊക്കെ കുറച്ചുകൂടി നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. ഇപ്പം നമ്മൾ ഓരോ ദിവസം ഇളക്കുന്ന സമയത്തും ഞാൻ കുറച്ച് മുന്തിരി ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ ഇളക്കി കൊടുക്കുന്ന തവി ഞാൻ പറയേണ്ട ആവശ്യമില്ല, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. മരത്തവി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് വെള്ളത്തിലിട്ട് കഴുകിയ മരത്തവി നന്നായിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കിയെടുത്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണങ്ങിയ തവി വേണം എപ്പോഴും ഇളക്കി കൊടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, മുന്തിരിങ്ങ ഞാൻ കുറച്ച് ഉടച്ചു കൊടുത്തതുകൊണ്ട് കുറച്ചുകൂടി കാര്യം എളുപ്പമായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഈ മുന്തിരിങ്ങ മാത്രം, നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ മാത്രം ഞാൻ സെപ്പറേറ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യണമെന്നില്ല, അല്ലാതെ നിങ്ങൾ കൂറ്റിയെടുക്കട്ടെ. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി വൈൻ കൂടുതൽ അളവിൽ കിട്ടും. അത് വേറൊരു തുണിയിലോട്ടേക്ക് മാറ്റി ഊറ്റിയെടുക്കുകയാണെങ്കിൽ. ബാക്കിയുള്ളത് നമ്മുടെ സാധാരണ അരിപ്പയിലോട്ടേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ അരിപ്പയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിനി മുഴുവനായിട്ട് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അല്ലേ, തവി വെച്ചിട്ട്. ഇതാണ് ആവശ്യമുണ്ട് അപ്പോൾ മുഴുവൻ ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ആ കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് മാറ്റിയിട്ടുള്ള മുന്തിരിങ്ങ ഉണ്ടല്ലോ, ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി, ഒത്തിരി അങ്ങ് കുത്തി പിഴിഞ്ഞെടുക്കണ്ട കേട്ടോ. അപ്പോൾ 2 പാത്രത്തിനകത്തായിട്ട് ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഒരു കോട്ടൻ്റെ തുണീൻ്റെ മുകൾ ഭാഗത്തുകൂടി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതുപോലെ നിങ്ങൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അടച്ചു വെച്ച് തെളിയാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ ഏതിനകത്താണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബോട്ടിൽ, ഇപ്പോൾ ബിയറിൻ്റെയോ വൈൻ്റെയൊക്കെ ബോട്ടിലിനകത്തോട്ടേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത ബോട്ടിലിനകത്തോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ വെളിച്ചം, സൂര്യപ്രകാശം ഉള്ളിൽ കടന്നില്ലാത്ത രീതിയിൽ ബോട്ടിലുണ്ടെങ്കിൽ, കളർ ബോട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരിക്കലും മുഴുവനായിട്ട് വൈൻ ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗം വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള 1 ലിറ്ററും പിന്നെ കുറച്ച് വേറൊരു ഗ്ലാസ് ബോട്ടിലിനകത്ത് അത്രയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, നമ്മൾ ലാസ്റ്റ് കാണുമ്പം സാധാരണ മുന്തിരി ജ്യൂസിൻ്റെയൊക്കെ അടിച്ചു കഴിഞ്ഞാലുള്ള കളറിനേക്കാളും കുറച്ച് ഡാർക്കായിട്ട് കിട്ടി. നമ്മൾ ക്യാരമൽ ഒഴിച്ചതുകൊണ്ട് ഈ ഒരു കളർ ഷെയ്ഡിലോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യാരമൽ നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഒക്കെ കാണാത്തവർ കണ്ടു നോക്കുക. പ്ലമ്മിൻ്റെ കൂടിയാണ് നമ്മളെപ്പോഴും സെർവ് ചെയ്യുന്നത്. പ്ലം നമ്മൾ 3 രീതിയിലെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ബേക്കറി സ്റ്റൈൽ, അതുപോലെ തന്നെ ശർക്കരയും ഗോതമ്പൊടിയും ചേർത്തിട്ടുള്ള ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പി ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.